ഹലോ ഗേയ്സ്, ഐ ആം രാഹുൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ജോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ പബ്ജി മൊബൈൽ, പബ്ജി ലൈറ്റ് ഇതിനകത്തുള്ള പിങ്ങുകൾ ഏകദേശം കൺട്രോൾ രീതിയിൽ വെക്കാനും ഉള്ളൊരു കിടിലൻ കുറച്ച് ട്രിക്കുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ മറക്കാതെ തന്നെ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. അതെങ്കിൽ മാത്രമേ ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ട്രിക്ക് നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. അതുപോലെ ഇപ്പോൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. Let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. I'm alone, I'm alright. ഞാൻ ഇതിന് 3 ട്രിക്കുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ പബ്ജി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പബ്ജി മൊബൈൽ ആയാലും ലൈറ്റ് ആണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്തെ മാപ്പ്. ഇപ്പോൾ ഗെയ്സ്, നിങ്ങൾ പബ്ജി മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ താഴോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ പബ്ജി മൊബൈൽ ലൈറ്റ് ആയതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ പബ്ജി മൊബൈലിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓട്ടോ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ആ ഓട്ടോ ഡൗൺലോഡ് ഡയറക്റ്റ് അത് ഓഫ് ചെയ്തിട്ടേക്കുക. അപ്പോൾ പബ്ജിയിൽ യാതൊരു കാരണം വെച്ചാലും വേറെയുള്ള മാപ്പുകളും കാര്യങ്ങളും നമ്മൾ ആവശ്യമില്ലാതെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമ്മൾ കളിക്കുന്ന മാപ്പ് മാത്രം, നമ്മൾ ഏത് മാപ്പ് എടുത്താണോ നമ്മൾ പബ്ജി മൊബൈലിൽ ഗെയിം കളിക്കുന്നത് ആ മാപ്പ് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ വേറെ മാപ്പൊന്നും ഡൗൺലോഡ് ചെയ്യണ്ട. രണ്ടാമത്തെ ആയിട്ടുള്ള ട്രിക്ക് എന്ന് വെച്ചാൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ്. വൈഫൈ ഉപയോഗിച്ച് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ, അഥവാ വൈഫൈ ഉപയോഗിച്ച് നെറ്റ്വർക്കിങ്ങിലൂടെ വേറൊരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ട്രിക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ട്രിക്ക് മിസ് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ട്രിക്ക് മിസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അടിയാണ്. നിങ്ങൾ ഇൻ്റർനെറ്റ് ആവശ്യമില്ലാതെ വേസ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്ക് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ ഈ ചാനലിൻ്റെ വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അവതരിപ്പിക്കുന്ന ഈ ഓരോ കണ്ടന്റും അതുപോലെ ട്രിക്കുകളും നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. അതുപോലെ ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് പോവുക മറക്കാതെ തന്നെ. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന കിടിലൻ ട്രിക്ക് ആൻഡ് ടിപ്സ് അതിനുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ട്രിക്കിലോട്ട് പോകാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോകാം. ഫസ്റ്റ് ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങളുടെ ഫോണിൽ ശ്രദ്ധിക്കുക, പബ്ജി മൊബൈൽ കളിക്കുന്നവർ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോകാം. ഇപ്പോൾ ഗൈസ്, രണ്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ വൈഫൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വൈഫൈ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് ഈ വൈഫൈയിലോട്ടൊന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വൈഫൈയുടെ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്ന കാണാം. അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കിടക്കുന്ന കാണാം. അപ്പോൾ ഈ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഫീച്ചർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ട്രാഫിക് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ട്രാഫിക് മോഡ് നമ്മൾ എപ്പോഴും ഓൺ ആക്കി ഇടുന്നതാണ് ഏറ്റവും സേഫ്. വൈഫൈക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൺ ചെയ്തിടുന്നതാണ്. നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ നെറ്റ് മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യില്ല. ഒരു കാരണം വെച്ചാലും ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്തില്ല. നിങ്ങൾ ഏതാണോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ആ നെറ്റ് കിട്ടത്തുള്ളൂ. വേറൊരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ട്രാഫിക് മോഡ് ഓൺ ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ റെഗുലർ എക്സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എക്സ്ട്രീം മോഡ്, റെഗുലർ. അതിനകത്ത് എക്സ്ട്രീം മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾ എക്സ്ട്രീം മോഡിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കറന്റ്ലി ആപ്ലിക്കേഷൻ ഹാസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ആവശ്യമില്ലാതെ അനാവശ്യമായുള്ള നെറ്റുകൾ യൂസ് ചെയ്യില്ല. എന്നുവെച്ചാൽ ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ ടെലിഗ്രാമിൽ നിന്ന് നിങ്ങളൊരു മൂവി ഡൗൺലോഡ് ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ വളരെയധികം സ്ലോ ആയിരിക്കും. വൈഫൈ കണക്ട് ചെയ്താണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ വളരെയധികം സ്ലോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വൈഫൈക്കകത്ത് ഇങ്ങനൊരു രീതിയിൽ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷന് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെറ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ വേറൊരു ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ഒരിക്കലും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവില്ല. അതിലിപ്പോൾ പബ്ജി മൊബൈൽ കളിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു രീതിയിൽ വൈഫൈ ഓൺ ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാൽ പബ്ജി മൊബൈലിന് മാത്രമേ നെറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. വേറൊരു ആപ്ലിക്കേഷനും അനാവശ്യമായി ഒരുപാട് നെറ്റ് എടുക്കില്ല. അതാണ് ഈ ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ വളരെയധികം യൂസ്ഫുൾ ആയ ഒരു ട്രിക്കാണ്. അപ്പോൾ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്, വളരെയധികം എനിക്കും വർക്കായ ഒരു ട്രിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ പരിചയപ്പെടുത്തിയാണ്. ***4636 *** എന്ന് പറഞ്ഞ ഈ നമ്പർ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൻ്റെ വേറൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്ന കാണാം. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ സിമ്മിൻ്റെയൊക്കെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള സെറ്റിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ അടിച്ച് നിങ്ങളുടെ ഫോണിനകത്ത് ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഒരു കിടിലൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ നല്ല 100% സേഫായ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല.
ഫോർസ് ലൈറ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു 4G ലൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു അഡീഷണൽ സെറ്റിംഗ്സ് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അഡീഷണൽ സെറ്റിംഗ്സ് എന്നുള്ള ഫീച്ചേഴ്സ് ടാപ്പ് ചെയ്താൽ മുമ്പ് ഞാൻ നമ്പർ അടിച്ച് എടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻഫർമേഷൻ 2, ഇൻഫർമേഷൻ 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വൈഫൈ ഇൻഫർമേഷനും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫോൺ ഇൻഫർമേഷൻ 2 സിം ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയണമെങ്കിൽ നമ്മുടെ സിമ്മിൻ്റെ നമ്പർ എന്തായാലും ഇവിടെ ഓൾറെഡി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്പർ ഓൾറെഡി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫോൺ ഇൻഫർമേഷൻ 2 നമ്മുടെ സിം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ ഡയറക്റ്റ് താഴോട്ട് പോകുമ്പോൾ ഇവിടെ കുറേ അധികം കാര്യങ്ങൾ കിടക്കുന്ന കാണാം. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കിടക്കുന്ന ഒരു ഓപ്ഷനാണ് ലൈറ്റ് TD എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ലൈറ്റ് ഒള്ളി എന്ന് മാത്രമാക്കി ഇടുക, ലൈറ്റ് ഒള്ളി എന്ന് മാത്രമാക്കി ഇടുക. അതിനുശേഷം നമ്മൾ മൊബൈൽ റേഡിയോ പവർ ഓൺ ആക്കുക. അപ്പം നമ്മുടെ നെറ്റ് ഓൺ ആവും. അതിനുശേഷം നിങ്ങളിവിടെ താഴോട്ട് പോകുമ്പം നിങ്ങൾക്ക് പിങ്ങിൻ്റെ ഒരു ഇത് കാണാം. നിങ്ങളുടെ പിങ് സെറ്റ് ചെയ്യാനും പിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ഒരു ഇതുണ്ട്. പിങ് എത്ര MS ആണ്. അപ്പോൾ റണ്ണിങ് പിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നതാണ്, കണ്ടോ, റണ്ണിങ് പിങ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങളിവിടെ റണ്ണിങ് പിങ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പാസ് എന്ന് കാണിക്കുന്നതാണ്. പിങ് പാസ് HTT പാസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവിടെ വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പിങ്ങിൻ്റെ കാര്യം പാസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ ഡയറക്റ്റ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇട്ടാൽ ഒരു കാരണം വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ലൈറ്റ് ഒള്ളി എന്നാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ എനിവേ വേറൊരാൾ കോൾ വിളിച്ചാൽ നിങ്ങളുടെ ഫോണിൽ കോൾ കിട്ടിയെന്ന് വരില്ല, നെറ്റ് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മാറണമെങ്കിൽ നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് റീബൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് മാറ്റി പഴയ പോലെ നോർമൽ ഓപ്ഷനിലാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഒള്ളി നാക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, PUBG ഗെയിംസ് കളിക്കാം. യാതൊരു കാരണവശാലും ഒരു കുഴപ്പവും നിങ്ങൾക്ക് സംഭവിക്കില്ല. അപ്പോൾ സോ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ പിങ്ങിൻ്റെ കാര്യങ്ങൾ കണ്ടോ, പിങ് കറക്റ്റ് 48 MS നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്ക് എടുത്ത് വളരെയധികം നിങ്ങളുടെ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് PUBG ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്, കണ്ടോ, സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ റൺ ചെയ്യുന്നതൊക്കെ കാണാൻ കണ്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് PUBG ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ പിങ്ങും കാര്യങ്ങളും വലിയ കുഴപ്പമില്ല. 200 MS മാക്സിമം മേലോട്ട് പോകത്തില്ല. ഇടയ്ക്ക് 200 വന്നാലും പിന്നെയും അതേപോലെ 48 ആ ഒരു റേഞ്ചിൽ പിങ് മാക്സിമം വന്നിരിക്കും, 48-60 റേഞ്ചിൽ. അതിൽ കൂടുതൽ നമുക്ക് പിങ് അടിക്കില്ല. അപ്പോൾ നമുക്ക് ഒരുവിധം നെറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ, ചില മുറിയിൽ നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചില മുറി പിങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ആക്കി ഇടുവാണെങ്കിൽ നമുക്ക് പിങ് വളരെയധികം കൺട്രോളായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് പിങ്ങിൻ്റെ വിഷയങ്ങളൊന്നും വരാതെ നമുക്ക് കളിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫോണിൽ സ്മൂത്തായിട്ട് PUBG മൊബൈൽ ആയാലും ലൈറ്റ് ആയാലും റൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതേ ട്രിക്കുകൾ അതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത് PUBG കളിക്കുന്നവർക്ക് പിങ് കുറച്ച് ഒഴിവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ ട്രിക്കുകളെല്ലാം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ട്രിക്ക് മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ പിന്നെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനി പിടിച്ച് തരണം. അതിലിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നിങ്ങളിനി നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് വേണമെന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ